പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ചിരുന്നെങ്കിൽ മുണ്ടത്തിക്കോട് അപകടം ആവർത്തിക്കില്ലായിരുന്നുവെന്ന് പുറ്റിങ്ങൽ ദുരന്തമന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ. വെടിക്കെട്ട് ആചാരങ്ങളുടെ ഭാഗമല്ല, ആഘോഷമാണ്. അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതാണ് അപകട കാരണം. ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും ജസ്റ്റിസ് PS ഗോപിനാഥൻ പറഞ്ഞു. ഓരോ വെടിക്കെട്ട് അപകടവും നമ്മുടെ ഉള്ളിൽ ഓരോ തീകളാണ് കോരിയിടുന്നത്. ആ കോരിയിടുന്ന തീ അണയാൻ ഒരുപാട് സമയമെടുക്കും. ഇനി ഇതുപോലെ ഉണ്ടാകില്ല എന്ന് നമ്മൾ എല്ലാ തവണയും പറയാറുണ്ട്. പക്ഷേ ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ശരിക്കും ഞെട്ടിയതിന് മുൻപേ പുറ്റിങ്ങലിൽ നമ്മൾ നന്നായി ഒന്ന് ഞെട്ടിയതാണ്. ആ ഞെട്ടിയതിൻ്റെ ഓർമ്മ നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അന്വേഷണ കമ്മീഷൻ അദ്ദേഹം കൂടിയായിരുന്ന ജസ്റ്റിസ് ഗോപിനാഥ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പുറ്റിങ്ങൽ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അന്ന് കൃത്യമായ റിപ്പോർട്ടും സർക്കാരിന് നൽകിയതാണ്. പക്ഷേ അതിപ്പോഴും ആവർത്തിക്കപ്പെടുന്നൊരു സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. പുറ്റിങ്ങൽ അപകടം കാലാകാലങ്ങളായിട്ടുള്ള വീഴ്ചകളുടെ ഒരു പ്രതിഫലനമാണ് അന്നുണ്ടായത്. 2016 മുമ്പുണ്ടായിരുന്ന വീഴ്ചകൾ അത് എന്തോ ഭാഗ്യം കൊണ്ടൊരു ദുരന്തം ഉണ്ടാകാണ്ട് പോയിരുന്നു. അവസാനം അത് സംഭവിച്ചു. കുറെ കാലം എവൈറ്റ് ചെയ്ത് വന്നൊരു ദുരിതമാണ് ഇതും. അതുപോലെ അന്ന് കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സേഫ്റ്റി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ വെടിക്കെട്ട്. ആചാരം ഇല്ല, റിലീജിയസ് പ്രാക്ടീസ് അല്ല, ഇറ്റ് ഈസ് ആഘോഷത്തിന്റെ ഭാഗമാണ്. വേണ്ടി വന്നല്ല, വേണ്ടാന്ന് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് കൂടുമ്പോൾ കണ്ണിനും കാതിനും കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അതിന് ഞാൻ എൻ്റെ റെക്കമെൻഡേഷനിൽ ഈ സ്ഫോടന ശക്തി കുറഞ്ഞ വെടിക്കെട്ട് മരുന്ന് ഉപയോഗിച്ചുണ്ടാക്കാമെന്നാണ് നിർദ്ദേശം ഉണ്ടായത്. ശബ്ദവും വെളിച്ചത്തിന് വർണ്ണത്തിനും പ്രാധാന്യം കൊടുക്കാനാണ് ഞാൻ നിർദ്ദേശിച്ചിരുന്നത്. പ്രോട്ടോകോൾ പാലിക്കണമെന്നുണ്ടായിരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതല്ല ഇപ്പോൾ ഈ കാലത്ത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ കാര്യം. കാരണം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ്, എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ്, ദുരന്ത നിവാരണ അതോറിറ്റി ഇവരെല്ലാം അതിന് ചുമതലക്കാരാണ്. അത് ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ചുമതലക്കാരവരാണ്. പക്ഷെ അവർ പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതുണ്ടായത്. അതായത് സംവിധാനങ്ങളുടെ പാളിച്ചയാണ് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് കാരണം. സംവിധാനങ്ങളുടെ പാലിച്ചല്ല, സംവിധാനങ്ങൾ ചട്ടം നടപ്പാക്കുന്നതിൽ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ലെന്നുള്ളതാണ്. അന്ന് ആ ദുരന്തം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സർക്കാർ അല്ലെങ്കിൽ സംവിധാനങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു അളവ് ഉണ്ടാകുമല്ലോ വെടിമരുന്ന്. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ പോലും 6 ടണ്ണാണ് പരമാവധി പറഞ്ഞിരിക്കുന്നത്. ആ അളവിൽ മാത്രമാണിത് ശേഖരിക്കുന്നുള്ളൂ, അത് മാത്രം ഉപയോഗിച്ചാണ് എന്ന് അന്നത്തെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് അനുവദനീയമായതിലധികം സാധനങ്ങൾ ശേഖരിച്ചിരുന്നു. ഇപ്പോഴും ഈ പെർമിറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ 15 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 150-1000 കിലോഗ്രാം ഒക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മറവിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അന്ന് കണ്ടെത്തി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നത്. ഇത് നടപ്പാക്കുന്നതിന് ഓരോ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലകളെ സംബന്ധിച്ച് എങ്ങനെ നടപ്പാക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അതിൽ നടത്തിപ്പുകാർക്ക് ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകണം. ആ നോഡൽ ഓഫീസർ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമായിരുന്നു. അത് മേൽനോട്ടം വഹിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതാണ് എൻ്റെ റിപ്പോർട്ടിന്റെ ചുരുക്കം. അതാണ്. ഇതൊന്നും ഇക്കാലത്തും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഗൗരവം കാണുന്നില്ല, അതാണ് അതിന്റെ കുഴപ്പം. സുരക്ഷിതത്വം ജനങ്ങൾ കാഴ്ചക്കാരായി വരുന്നവർക്ക് അറിയില്ല, അപകടം ഉണ്ടാവുമെന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ളൊരു അനുമാനത്തിൽ അവർ കൂടുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അവരെ നിയന്ത്രിക്കേണ്ട ചുമതല സംഘാടകർക്കുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് ദുരന്ത നിവാരണ അതോറിറ്റി, എക്സ്പ്ലോസീവ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഇവർക്കൊക്കെ അതിന് ചുമതലകളാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാം ചുമതലക്കാരാണ്. ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് ഇന്നത്തെ ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചതിൽ മനസ്സിലായത് അഗ്നിശമന വാഹനം പോകാൻ പോലും സൗകര്യമില്ലായിരുന്നു എന്നാണ്. അങ്ങനെ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതാണ് എൻ്റെ കാര്യം. പുറ്റിങ്ങൽ അപകടം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് PS ഗോപിനാഥനാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അന്ന് തന്നെ മെൻഷൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം ഒരു അപകടം
ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളത് അന്ന് റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അംഗീകരിച്ച് ആ കടലാസായി അതെപ്പോഴും ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് മുൻകരുതൽ എടുക്കാമെന്ന് നമ്മൾ പല കുറി പറയുമ്പോഴും അത് ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് സത്യം. പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച വീണ്ടും വീണ്ടും ദുരന്തങ്ങളിലേക്ക് നമ്മളെ വരുത്തി വയ്ക്കുന്നു അല്ലെങ്കിൽ വലിച്ചിഴയ്ക്കുന്നു എന്നതാണ് വസ്തുത. ക്യാമറമാൻ സ്വാതിയോടൊപ്പം ലാൽകൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.